എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ഹെൽമെറ്റ് വെക്കാൻ ഞാൻ എന്താ? ആ ഓട്ടെ, കുഴപ്പമില്ല. എന്തായി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് തിങ്കളാഴ്ച. അതല്ല, ഡേറ്റ് എത്രയാ? നീ എന്നെ കുഴപ്പിക്കല്ലേന്ന്. പറ. ഇന്ന് ഏപ്രിൽ 15. ആ, എന്താ പ്രത്യേകത? എന്റെ ദമയും നീ എന്താണെന്ന് പറയാൻ എനിക്ക് ടെൻഷനായിട്ടാണ്. എനിക്ക് അറിയാനുള്ള പറയാൻ. കേക്ക്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആണല്ല? അതെനിക്കറിയായിരുന്നല്ല ദമയോ. നീ ആകെ ദൈവമേ, ഞാൻ വേറെന്താണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്നെ വിഷു പോലും ചെയ്തില്ലല്ലോ. ഞാൻ നേരിട്ട് കണ്ട് പറയാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. അതൊക്കെ പോട്ടെ, എന്റെ ഗിഫ്റ്റ് എവിടെ? എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെയെന്ന്? ബർത്ത്ഡേ ഗിഫ്റ്റ് എന്റെ മുത്തച്ഛൻ അച്ഛന് കൊടുത്ത് മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊടുത്ത മോതിരമാണത്. എത്രയോ തായ്വേടികൾ കൈമാറി വന്നേക്കണ സാധനമാണ്. ഇതിന്റെ പവർ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്റെ കൈ കിടന്നാലും നിന്റെ കൈ കിടന്നാലും ഒരേപോലെയാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഞാനാരാ റോക്കി ബായ? എനിക്ക് വേണ്ടതൊന്നും. ഇത്രയും ഡിമാൻഡുള്ള സാധനം. ആ ഡിമാൻഡ് ഉള്ളത് കയ്യിൽ വെച്ചാൽ മതി. എനിക്കിത് വേണ്ട. നീ വിചാരിക്കണം 30 രൂപയുടെ മോതിരല്ലാട്ടത്. ഞാൻ പറയണ എന്താ മനസ്സിലാവാത്തെ? എന്നാ വേണ്ട, പോട്ടെ. പറ, എന്താണ്? എനിക്ക് ഒരു iPhone 15 മേടിച്ചു തരും. എന്താണ്? iPhone 15. ഐഫോണാ? എല്ലാവരുടെയും കയ്യിലുണ്ട്, എന്റെ കയ്യിൽ മാത്രമില്ല. എടി, ഒരു iPhone 15 എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് എന്താന്ന് അറിയാൻ പാടില്ല നിനക്ക്? അതൊന്നും എനിക്കറിയില്ല. നിനക്ക് എന്റെ അവസ്ഥ അറിയാല. നിന്നോട് ഞാൻ എല്ലാ സത്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്ക് ഐഫോൺ വേണം. ഞാൻ മേടിച്ച് തരാം നിനക്ക്. എപ്പ തരും? ഞാൻ ഏതെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് നിനക്ക് മേടിച്ചു തരാം. എന്നാ കല്യാണം കഴിക്കും. ഇപ്പഴാ? കല്യാണം കഴിക്കും. ഐസ്ക്രീം കഴിക്കണ പോലെ അത്ര എളുപ്പമല്ലാട്ട് കല്യാണം കഴിക്കണത്. നീ എന്ത് ഈസി ആയിട്ടാണ് പറയണത്? ഈസി ആയിട്ടൊന്നും അല്ല. ഈ ലൊട്ടിലൊടുക്ക് ഞാൻ പറയാൻ തുടങ്ങിട്ട് കൊറേ നാളായി. ഇപ്പണെങ്കിൽ പോലെ ദമിയോന്റെ അവസ്ഥ നിനക്കറിയാല. ഞാൻ അച്ഛനായിട്ട് സംസാരിക്കാണ്. സംസാരിക്കും എങ്കിലേ കല്യാണത്തിന്റെ കാര്യമൊക്കെ തീരുമാനാക്കിട്ട് കണ്ടാ മതി. ഐഫോണ് കേൾക്കുമ്പോ തന്നെ പേടിയാണ്. അച്ഛാ കുറച്ച് ഫണ്ട് മറിക്കാണ്ടാവോ? എന്തിനു ഫണ്ട്? ഫണ്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ അത്യാവശ്യം? ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. കല്യാണം ജോലി കിട്ടിയാ കല്യാണം കഴിക്കാൻ? കല്യാണം കഴിക്കാൻ ജോലി എന്തിനാണ്? 2 പൂമാല ഉണ്ടായ പോരെ? ആ പൂമാല കുറച്ച് ദിവസം കഴിയുമ്പോ ബാടി കൊഞ്ഞു പോകും. അച്ഛന് തരാൻ പറ്റുമെങ്കിൽ താ. എടാ, കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യം പെണ്ണ് കാണണം, നല്ല കുടുംബാണോ നോക്കണം, എന്നിട്ട് അതെല്ലാം നോക്കിയിട്ട്. അയ്യോ, ഇതൊക്കെ ഓൾഡ് സിസ്റ്റം അളിയാ. അല്ല അച്ഛാ, ഞാൻ എന്താന്നറിയോ? ഞാൻ പറഞ്ഞ എന്താന്നറിയോ? കേക്കണ്ട. നീ പറയുമ്പോ അങ്ങനെ ചെയ്യാനാവില്ല. ഇതിനൊരു നിയമല്ലേ അച്ഛാ. ഞാൻ പറയണോന്ന് കേക്കച്ചാ. ബിഗ് ലോസ് ആണ് ലൈഫില്. നല്ലൊരു മരുമകളെയാണ് കൊണ്ടുവന്നേരാന്ന് പറയണത്. കല്യാണ ചെലവ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ചെലവാണ്. അച്ഛനെ അറിയാനിട്ടാണത്. അതെ, കൈക്കോട്ട് വന്നിട്ടല്ല. അടുത്ത പൈസ മേടിക്കാൻ പറ്റല്ലേ? പറഞ്ഞാ മനസ്സിലാവൂല. അച്ഛാ, എന്തെങ്കിലും തീരുമാനിക്കണ്ടെങ്കിൽ തീരുമാനിക്കാച്ചാ. ചേട്ടൻ എവിടെയെങ്കിലും പോയി വരണ വഴിക്ക് കയറിയാണോ? അച്ഛാ, ചേട്ടൻ വന്നിട്ടുണ്ട്. അച്ഛനെ കണ്ണ് കാണാല്ല. ഞാൻ പറഞ്ഞാണ് മൊബൈൽ. നീ പറയണ്ട.
അച്ഛാ, അച്ഛൻ നല്ല ക്ഷീണിച്ചൊക്കെയാണല്ലോ. ഇതെന്തു പറ്റി? അച്ഛാ, അച്ഛന് സമയത്ത് ഗുളിക മരുന്നൊന്നും നീ കൊടുക്കണില്ലേ? ഞാൻ കൊടുക്കണതിനാണ് സമയത്തിന് കഴിക്കണ്ടല്ലോ അച്ഛൻ. സമയത്തിന് കഴിക്കാൻ പ്രായമായ മനുഷ്യനാണ്, അപ്പൊ ഓർമ്മയൊക്കെ കുറയും. ഒന്ന് എടുത്തു കൊടുക്കണം സമയത്ത്. അതിന്റെ ക്ഷീണം അച്ഛന് കാണാനുണ്ട്. രണ്ടാമത് എടുത്തു കൊടുക്കാൻ പറ്റൂല, ഒരു നേരത്തെ ഒരെണ്ണല്ലേ കഴിക്കണ്ടുള്ളൂ. എന്റെ ശീതള, നീ ചുമ്മാ എല്ലാത്തിനും തർക്കുത്തരം പറയല്ലേ. ഞാനൊന്നും പറഞ്ഞൊന്നുമല്ല. ആ പറഞ്ഞല്ല. ദീപി കിറ്റിങ് ആടണമെന്നാണോ? അച്ഛാ, വേണ്ട, അച്ഛന് നല്ല ആപ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ ഈ ആപ്പിളേന്ന് ഒരെണ്ണം കഴിച്ചാണ്ടല്ല അച്ഛന്റെ ക്ഷീണം എല്ലാം മാറും. ഈ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരാപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണെന്ന്. ഇത് കഴിച്ചാ പിന്നെ ഡോക്ടറെ ഒന്നും കാണണ്ട കേട്ടോ അച്ഛാ. ഇത് പിന്നെ MBBS കോളേജ് തുടങ്ങണേന് നല്ല എല്ലാവരും ആപ്പിളിന്റെ ഓരോ കട തുടങ്ങിയാൽ മതിയല്ല. നിന്നെ പോലുള്ള ക്രിമിക്കുത്തോളം എന്ത് കഴിച്ചിട്ടും കാര്യമില്ലടാ. ആയി ഞാനിപ്പോ എടുത്ത് കഴിച്ചത്. അച്ഛാ, എന്താണ് അച്ഛാ ചിരിക്കണത്? അച്ഛാ, അതെ, ഒരു ആപ്പിൾ എടുക്കട്ടെ അച്ഛാ. അച്ഛാ, നല്ല ആപ്പിളാണ്, ഇത് ഒരെണ്ണം എടുക്കട്ടെ. ആ 50,000 പോയി. നീ ഇപ്പൊ എന്തിനാ വന്ന് ആപ്പിൾ തീറ്റിക്കണ? അല്ല അച്ഛാ, ആപ്പിളും കൊണ്ടുവന്നാണ് അച്ഛന്. പിന്നെ ഒന്നുമില്ല അച്ഛാ, ഞാനേ മണ്ടു ഇന്നേവരെ അച്ഛനോട് ഒരാഗ്രഹവും പറഞ്ഞിട്ടില്ലല്ല. അപ്പൊ അവള് 2 ദിവസം മുന്നേ എന്നോട് ഒരാഗ്രഹം പറഞ്ഞ് അവക്ക് അച്ഛനോട് അത് നേരിട്ട് പറയാനൊരു മടി. അപ്പൊ കഴിഞ്ഞ മാസം വന്നിട്ട് 60,000 മേടിച്ചോണ്ട് ആരുടെ ആഗ്രഹമായിരുന്നു? അത് കാർ മേടിക്കാൻ എന്റെ ആഗ്രഹമല്ലേ, അത് മണ്ടുവിന്റെ ആഗ്രഹമല്ലല്ല. അല്ല, ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്കല്ലേ ആഗ്രഹം പറയാൻ പറ്റുള്ളൂ. മാസം മാസം ഓരോ ആഗ്രഹം ഉണ്ടല്ലോ. നീ നിന്റെ കയ്യിൽ കാശ് എടുത്ത് തരണല്ലോ സംസാരിക്കരുത്. ഞാൻ എനിക്ക് അവകാശപ്പെട്ട എന്റെ അച്ഛന്റെ കാശാണ്. അത് എനിക്ക് ചോദിക്കണതിന് ഒരു കുഴപ്പമില്ല. നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഇടപെടണ്ട അച്ഛാ. അപ്പൊ എന്താ വെച്ചെങ്കിലും മണ്ടു ഇങ്ങനെ പറയായിരുന്നേ, ചാർജ് തീർന്നു പോയി. ആ അച്ഛന്റെ ചാർജ് തീർന്നു പോയി ചേട്ടാ. ഇനിയിപ്പൊ പറഞ്ഞാ കേൾക്കൂല. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഫോൺ അവിടെ കൊണ്ട് ചാർജ് കുത്തിയിട്. ഓ, ചാർജ് ആവട്ടെ. അച്ഛാ, എന്താന്ന് വെച്ചാല് മണ്ടുവിന്റെ അടുത്ത കൂട്ടുകാരി നിഷയുണ്ട്. അവളും അവളെ ഫാമിലി ആയിട്ട് ഇപ്പൊ 3 ടൂർ പോയിട്ട് അവരവിടെ നിന്നിട്ട് സ്റ്റാറ്റസ് ഇട്ട്. അപ്പൊ അത് കണ്ടപ്പോ മണ്ടുവിന് ഒരാഗ്രഹം 3 ഫാമിലി ആയിട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് സ്റ്റാറ്റസ് ഇടണമെന്ന്. അടിപൊളിയായിരിക്കും. അപ്പൊ ഞങ്ങള് 3 പോവാനായിട്ടെല്ലാം പ്ലാൻ ചെയ്ത്. അപ്പൊ ഇച്ചിരി ഫണ്ടിന്റെ കുറവുണ്ട് അച്ഛാ, കുറച്ച് പൈസേന്റെ കുറവുണ്ട്. അപ്പൊ അച്ഛാ അതൊന്ന് തന്ന് സഹായിക്കും അച്ഛാ. പൈസ ഒന്നുമില്ല, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. ഒരു 50,000 രൂപ വന്നാൽ മതി. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടൂർ പോയിട്ട് ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണ്. നീ എന്തിനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ പോയിക്കോ. ഒരു നയാ പൈസ അച്ഛൻ വേറെ ഒന്നും വേണ്ട അച്ഛാ. അച്ഛാ, ഞങ്ങൾക്ക് വണ്ടിക്കിടെ കാശ് കൊടുക്കാനായിട്ട് ഒരു 10,000 അച്ഛൻ്റെ ഒന്നും തരൂല. നീ ഇപ്പൊ ഇറങ്ങി പോയിക്കോ. ഒരു നയാ പൈസ തരില്ല. അച്ഛൻ ഉറപ്പിച്ച് പറയണേണ. ഉറപ്പിച്ചിട്ട് നീ എല്ലാം പറയും പോലെ കുറെ കേട്ടു ഞാൻ. അച്ഛൻ എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ, അല്ലെങ്കിൽ അവന് മുഴുകി തിന്നാൻ കൊടുക്കും കേട്ടാ. മുഴുവൻ അവന് തന്നെ കൊടുക്ക്. അവസാനം ഇവനുണ്ടല്ലോ അച്ഛാ, അച്ഛനെ തിരിഞ്ഞു നോക്കൂല. അപ്പൊ എന്റെ അടുത്ത് വരല്. തിരിഞ്ഞു നോക്കണ്ട. ആ, അതെന്ത് വർത്താനമാണ് ചേട്ടൻ അങ്ങനെ പറയണത്? ഞാൻ തിരിഞ്ഞു നോക്കാത്ത ചേട്ടൻ കണ്ട? നീ കൂടുതലൊന്നും പറയണ്ട. നീ തന്നെ അച്ഛനെ വഷളാക്കണത്. ആപ്പിൾ എടുത്തോണ്ടോണ്. അപ്പൊ ഞാൻ വേറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ മാറ്റോണ്ടെന്നാണ്. ആപ്പിൾ ഇട വെച്ചടാ. ശീതളാ, നീ പഴയതൊന്നും മറക്കല്ല കേട്ടാ. നീ 2-ല് ഞാൻ 5-ല് സ്കൂളിൽ പോണ വഴിക്കിറക്കം മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭാസ്കര മാഷിന്റെ മാവിന്ന് മാങ്ങ ഔട്ട് ചെന്നിട്ട് അച്ഛൻ എന്നെ തല്ലിയതൊക്കെ നീ മറന്നല്ലടാ വൃത്തിയേട്ടവനെ. ചേട്ടന് ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കാനാ? ആപ്പിൾ ഇട വെച്ചടാ. ആ ആപ്പിളും കൂടി എടുത്തു. എന്ത് അയ്യേ. വണ്ടിയും സ്റ്റാർട്ട് ആവണല്ലോട്ടാ. അത് തന്നെ സർവീസ് ചെയ്തിട്ട് കുറെ നാളായിരുന്നോണ്ട് അച്ഛൻ്റെ അടുത്ത് സർവീസിന്റെ കാശ് ചോദിക്കാൻ പറയണ. ആ പോണേന്ന്. പെട്രോള് ചെലവായാലെന്ന് വിചാരിച്ചിട്ട് വീട് വരെ തള്ളൂട്ട ചെലപ്പാ. പെട്രോൾ അടിക്കാനും കൂടെയാണ് കാശ് വെച്ച് ഞാൻ വന്നത്. കാശിന് വേണ്ടി തേനെ പാല് ചക്കര അത് കിട്ടിയിട്ടില്ലെങ്കിൽ തെറി. അച്ഛനത് മനസ്സിലായാ മതി. ഇതെല്ലാം കാവട്യം കാണിക്കാനാണ്. നീ ആ ഫോൺ കട്ടെ, ഞാനൊരു സ്റ്റാറ്റസ് ഇടട്ടെ. അച്ഛനെ എന്ത് സ്റ്റാറ്റസ് ഇടാൻ പോണു? ഈ മക്കളെ സ്നേഹപ്രകടനവും എല്ലാം കാവട്യാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടും. ഇതിൽ ചാർജ് ഇല്ല. ഒന്ന് കുത്തിവെച്ചേ, ആവശ്യത്തിന് ചാർജും ഉണ്ടാവില്ല. അതെ, അച്ഛന് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ട ശരിയാവൂലല്ലോ. അച്ഛനിപ്പോ ചേട്ടനെ ഉദ്ദേശിച്ചിട്ട് മക്കളുടെ കാര്യം പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടാ ഞാനും കൂടി അതിൽ പെടൂലേ? അത് വേണ്ട, സ്റ്റാറ്റസ് ഞാൻ ഇട്ടേക്കാം. നീ എന്ത് ഇടല്ലേ?
ഞാനിട്ടോളാന്നേ, അതിനൊരു മാറ്റർ ഉണ്ടായ പോരെ. അതെന്തെന്ന്? അതായത് എല്ലാ സ്നേഹപ്രകടനങ്ങളിലും ഒരു കാപഢ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. കാശിനു വേണ്ടി അല്ലാത്ത സ്നേഹം വിരളമാണ്. അതുപോലെ അടിപൊളി ക്യാപ്ഷൻ അല്ലേ? അതിലെല്ലാം പെടും. കൊടുത്തു. ആ ഇട്. ഹലോ തമ്മയോ, പറയണേ. എവിടെയാണ്? ഞാനിവിടെ ഉണ്ട്. വാട്സപ്പിൽ എന്താ സ്റ്റാറ്റസ് ഇട്ടേക്കണേ? ഓ, വാട്സപ്പിൽ എന്താ സ്റ്റാറ്റസ് ഇട്ടേക്കണേന്ന്? വാട്സപ്പ് അത് ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടാണ് അച്ഛന് വേണ്ടി. അത് എന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ ഇട്ടത്? എന്താണ്? എന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ ഇട്ടേന്ന്? നീ എന്തൊക്കെയാണ് ഈ പറയണത്? പിന്നല്ലാണ്ട് ഞാൻ കാശിന് വേണ്ടിട്ടാണോ സ്നേഹിക്കണേ? എടി എടി അത് അച്ഛൻ പറഞ്ഞിട്ട് അച്ഛന് വേണ്ടി ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയണ അങ്ങോട്ട് കേൾക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ ചോദിച്ചോണ്ടല്ലേ, ഞാൻ ഐഫോൺ മേടിച്ചോന്ന് ചോദിച്ചോണ്ടല്ലേ ഇപ്പൊ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത്. എന്റെ ദൈവമേ, ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാനാണിത്? എടി നിന്നെ പറഞ്ഞതല്ലത്, ഞാൻ അച്ഛൻ പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ എഴുതിയിടാൻ പറഞ്ഞിട്ട് ഇട്ടാണത്. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. എന്നെ ഇത്രയും കാലം ഇങ്ങനെയാണല്ലേ മനസ്സിലാക്കി വെച്ചത്. എന്ത് എന്നെ ഇങ്ങനെ സ്നേഹമില്ലാണ്ട്, എന്നെ ഇത്ര വിശ്വാസമില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കണേ? ദൈവം, എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കിയാ. ഞാൻ എന്തെന്നാണ് നിന്നോട് പറയേണ്ടത്? ഒന്നും പറയണ്ട, എനിക്ക് നല്ല നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ദമയു, ഞാൻ പറയണമെന്ന് നീ കേൾക്ക് പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ബൈ. ദമയു, ഹലോ ഹലോ ഹലോ. എന്ത് കഷ്ടമാണ്. അല്ല, CCTV ഉണ്ടല്ലോ, അതല്ലേ? അതോടാണ് ഞാൻ പറയുന്നത്. ദേവേട്ടാ, ഒരു കാര്യം ചെയ്യ്, ഞാൻ വിളിക്കാം. അല്ല ആ, പുതിയ എന്തെങ്കിലും ഒത്തിട്ടുണ്ടാ? പുതിയത് എന്തൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ CCTV അല്ലേടോ. എന്റെ ബേബിയേട്ട 5ന്റെ പൈസ ഇല്ല കയ്യില്, കുറിക്കാര് വിളിയോടെ വിളിയാ. ഞാനിപ്പം അട്ടിക്ക് പൈസ ചൂത്തിരിക്കാം. ഇത് ശരിയാ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ഇതിൽ വഴി പോകുന്ന സമയത്ത് മറ്റേ ആ കവലൊരു കടയില്ലേ? ഏത്? മറ്റേ വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ഇപ്പുറത്തുള്ള. അതെങ്ങനെ ഒരു കംപ്ലീറ്റ് ഗൂഗിൾ പേ ഉണ്ടോ? ഒരു ഒറ്റ 5 ദിവസം ആരും പൈസേന്റെ വെട്ടിയിൽ വെക്കില്ല. ഇപ്പൊ സംഗതി ഇങ്ങനെ പറഞ്ഞ നമുക്ക് പോവാണ്ട് നടക്കുവോ? ഇപ്പൊ പോക്കറ്റ് അടിക്കാർക്ക് തന്നെ 5 ദിവസം കിട്ടാത്ത അവസ്ഥയാ. ഉള്ളു ഗൂഗിൾ പേ അല്ലേ? അത് പറഞ്ഞത് ഇപ്പൊ ഉമ്മക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടേ? മൂപ്പര് വെക്കാൻ പോയ മാതിരി അമ്മമാര് ഉറക്കാം. വേറെ വഴി ഈറ്റിങ്ങളാണ് സൗര്യം തരാത്ത ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈറ്റിങ്ങൾ ക്യാവ് നടക്കാണ്ട് വെറുപ്പിച്ചിക്കാണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ അമ്പലത്തിൽ പോയിട്ട് നല്ല മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വരാണ്ടിരിക്കൂല, ഇതങ്ങ് തൊട്ടോ. ഏതായാലും ഈ അമ്പലത്തിൽ പോയി വന്നല്ലേ, വിശ്വാസത്തിന്റെ പുറത്ത് ഇനിയിപ്പോ ഇനി അത് ഇതായില്ലാന്ന് വേണ്ട. അടിപൊളിയാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്റ്റാറ്റസും കിട്ടാലോ. ഒന്നൊക്കെ ഇന്നത്തെ സുപ്രഭാതം ഭഗവാന്റെ തിരുനടയിൽ. ക്യാപ്ഷൻ ഓക്കെ, കൊടുത്തൂടെ അങ്ങോട്ട്. എന്നെ കണ്ട കള്ള ലക്ഷണം തന്നെ കിട്ടും. എല്ലാം അടകെ രവിയേട്ടാ, നിങ്ങൾ ഇത് കണ്ട സ്റ്റാറ്റസ്? എന്നോട് ഞാൻ സ്റ്റാറ്റസ് ഇടാനല്ലേ പറഞ്ഞത്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ സ്റ്റാറ്റസ് കണ്ട മന്മഥനും കുടുംബവും ഏടിയുള്ളത് നോക്കിയാന്ന്. ആര് തോൽപ്പിച്ചാലും ഞങ്ങൾ മൂന്നാറിലെത്തും. അല്ല, ആരെയും തോൽപ്പിച്ചോട്ടെ, ഞാൻ മൂന്നാർ പോകാൻ നിൽക്കുക. നിങ്ങൾ പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചങ്ങായി കുടുംബം മൂന്നാറിലെ ഉള്ളു. അതുകൊണ്ട് എന്തൊക്കെ അതുകൊണ്ട് നമുക്ക് ഇന്ന് മോന്തി കാണാറിക്കൂടെ? നിങ്ങൾ തിന്നോ? ഇയാള് മുടുക്കനാണല്ലോ. ഞാൻ പറഞ്ഞേക്കില്ലേ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് മനസ്സറിഞ്ഞാ പ്രാർത്ഥിച്ച് എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും ദൈവം കൊണ്ടെത്തിരുന്നില്ല. അവരാണ് CCTV ഇല്ല. ഇല്ല, പൊളിച്ചടുക്കാൻ പറ്റും. അടിപൊളി. പിന്നെ ഈ സ്റ്റാറ്റസ് ഈ കണ്ടു എന്നുള്ളതിന് ഓൻ മനസ്സിലാവൂലേ? പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും ഒരു പിടുത്തം ഒരു പിടിച്ചൂടെ?
അങ്ങനെയല്ലോ അങ്ങനെ ഈ സ്റ്റാറ്റസ് ഇപ്പൊ ആരെല്ലാം കാണുന്നത്? അതുകൊണ്ടല്ല സമൂഹത്തിന്റെ മുന്നിൽ എമകൊരു നിലയും വിലയുണ്ട്. നമ്മളെ അന്തസ്സിൽ നടത്തോ. ഇത് പോലീസ് പിടിച്ചാലൊക്കെ പോയി പോവും. നിങ്ങളൊരു ബന്ധു വീടില്ലേ മറ്റേ നീണ്ട കരയിൽ? എന്റെ പെങ്ങള് വീടുണ്ട്. അപ്പൊ നമ്മൾ മൊബൈൽ അവിടെ കൊണ്ടിട്ടാ പോരെ? ഐഡിയ മോനെ, ടവർ പിടിക്കാതിരിക്കും. ടവർ പിടിക്കാതില്ല, പിടുത്തം കിട്ടൂല. ഇല്ല ഒരിക്കലും നോക്കുമ്പോ നമ്മള് സ്ഥലത്തില്ല. അതുണ്ടാവൂല, നമ്മൾ ആടെയല്ലേ ഉള്ളേ. ഒട്ട് കഴിയും.